നിതീഷ് കുമാർ എന്ന അതികായനായ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പടിയിറങ്ങി അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. രാജ്യസഭയിൽ അംഗത്വം എടുക്കുമ്പോഴും മോദിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയാകുമോ, കേന്ദ്രമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ചർച്ചയാവുകയാണ്. ഒരു കാര്യം കൊണ്ട് JDU-വിനെ പിളർത്താനുള്ള നീക്കമാണ്. JDU-യിലെ പകുതിയിലധികം MLA-മാരും വളരെ വൈകാതെ BJP-യിൽ ചേരും. ഇത് നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ നിതീഷ് കുമാറിന് കഴിയുകയുള്ളൂ. കാരണം ബീഹാറിൽ മൊത്തത്തിൽ കള്ളക്കളി മുഴുവൻ കളിക്കാൻ മുൻകൈ എടുത്തത് BJP-യാണ്. ഇലക്ഷൻ കമ്മീഷനെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഒരു കളിപ്പാവയായി ദുരുപയോഗിച്ചുകൊണ്ട് BJP നടത്തിയ ഒരു കൊയ്ത്തായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. RJD അവരുടെ ടേൺ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ BJP നടത്തിയ കാട്ടുകൊള്ളയാണ് അവിടെ ഉണ്ടായ വലിയ രീതിയിലുള്ള മുന്നേറ്റം. പക്ഷേ JDU-വിന് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ 80-ൽ കൂടുതൽ സീറ്റ് കിട്ടി. എന്നാൽ അതിലും ഐക്യജനതാദളിന് കൃത്യമായി അറിയാം തങ്ങളുടെ MLA-മാരെ സൃഷ്ടിച്ചെടുത്തതിൽ BJP നേതാക്കൾ എന്തൊക്കെയാണ് ചെയ്തത്. നിതീഷിന് ഇപ്പോൾ പരാതിയോ പരിഭവമില്ല. സഖ്യകക്ഷികളെ പരമാവധി ഒതുക്കുകയോ തളർത്തുകയോ അവരുമായി വിലപേശൽ നടത്തി ഒരു ഡീലിലേക്ക് എത്തുകയോ ചെയ്യുന്നതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ BJP നേതാക്കൾ സ്ഥിരമായി നടത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ഫട്നാവിസാണ് മുഖ്യമന്ത്രി. ബീഹാറിലും അതുപോലെ BJP-യുടെ ഒരു നേതാവ് വേണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. വർഷങ്ങളായി BJP-ക്ക് ഒരു മുഖ്യമന്ത്രി ബീഹാറിൽ ഇല്ല എന്നുള്ളത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തിയ കാഴ്ചയാണ്. ഇപ്പോൾ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. ബീഹാറും BJP-യുടെ കയ്യിലായിരിക്കുന്നു. സമ്പൂർണമായി ബീഹാറിന്റെ രാഷ്ട്രീയപരമായ ഭൂപടത്തിൽ ഇനി BJP-യുടെ സുവർണ കാലഘട്ടമാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് കൃത്യമായി വോട്ട് ചോരി, മറ്റ് വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഇതൊക്കെ ചർച്ചാ വിഷയമായി മാറുന്നത്. നോക്കൂ, BJP-യുടെ വളഞ്ഞ വഴിയിലുള്ള കള്ളക്കളി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. JDU-വിൽ നിന്ന് തന്നെ നിരവധിയായ MLA-മാർ RJD-യിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് JDU രണ്ടായി പിളരും. BJP-യിലേക്ക് പോകുന്നവരും RJD-യിലേക്ക് പോകുന്നവരും. ആ പാർട്ടി നാമാവിശേഷമാകാൻ പോവുകയാണ്. ജയപ്രകാശ് നാരായണന്റെ പിന്തുടർച്ചക്കാരായിട്ട് പിൻഗാമികളായി അറിയപ്പെട്ടിരുന്ന നേതാക്കളായിരുന്നല്ലോ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും. ഇതിൽ നിതീഷ് കുമാർ BJP-ക്ക് സാഷ്ടാംഗ കീഴടങ്ങിക്കൊണ്ട് സ്വന്തം വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഇനി എന്തൊക്കെ വരും എന്നുള്ളത് വരും വരായികളെ കുറിച്ച് കാര്യമായി ചിന്തിക്കാതെ വാർദ്ധക്യം വന്നു, ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി സാഷ്ടാംഗം മോദിയുടെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു അവസ്ഥ. ഇവിടെയാണ് നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ ദയനീയ പരാജയം. ലലൻ സിംഗ് അടക്കമുള്ളവർ നോക്കി നിൽക്കുകയാണ്. വളരെ വൈകാതെ ഇതേ കളി മറ്റു പലയിടങ്ങളിലും കൃത്യമായി നടപ്പിലാക്കാനാണ് BJP-യുടെ ശ്രമം.